സിനഡൽ സഭാ സംവിധാനം കൊണ്ടുവരുന്നതിലെ വെല്ലുവിളികളും സാധ്യതകളും. പ്രിയപ്പെട്ടവരെ, സഭയിൽ സിനഡാലിറ്റി സമ്പ്രദായം കൊണ്ടുവരുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപനങ്ങൾ വേണ്ടതുപോലെ നടപ്പാക്കാഞ്ഞതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന ചിന്തയാണ് ഓടിയെത്തുന്നത്. അവ കണ്ടെത്തിയാൽ അതേ കാര്യങ്ങൾ തന്നെ സഭാ സിനഡ് സമ്പ്രദായം നടപ്പാക്കുന്നതിന് എതിരെയും ഉണ്ടാകുമെന്ന് അനുമാനിക്കാനാകും. അതുകൊണ്ട് സഭയിൽ സിനഡാലിറ്റി സമ്പ്രദായം കൊണ്ടുവരുന്നതിലെ വെല്ലുവിളികളെക്കുറിച്ച് പരിശോധിക്കുന്നതിന് ആമുഖമായി വിശ്വാസി സമൂഹത്തിന് പൊതുവായും പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് പ്രത്യേകമായും ബാധകമായിരുന്ന കൗൺസിൽ പ്രഖ്യാപനങ്ങൾ എന്തുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാതിരുന്നു എന്ന വിഷയത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർണായകമായ പല നല്ല കാര്യങ്ങളും പ്രഖ്യാപിച്ചുവെങ്കിലും സഭയിലെ യാഥാസ്ഥിതിക ശക്തികൾ അവ പ്രാവർത്തിക തലത്തിലെത്തിക്കാൻ തയ്യാറായിരുന്നില്ല. ഉദാഹരണത്തിന്, സഭ എന്നാൽ ദൈവജനമാണ് എന്ന, അതായത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് സഭ എന്ന രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നിർവചനം പുല്ലു തിന്നുകയോ പാൽ ചുരത്തുകയോ ചെയ്യാത്ത ഏട്ടിലെ പശുവായി നിലകൊള്ളുകയാണല്ലോ ഇന്നും. സഭയുടെ നവീകരണത്തിന് വേണ്ടി സ്വതന്ത്രമായി സംഘടിച്ചുകൊണ്ടുള്ള അൽമായരുടെ പ്രവർത്തനം ക്രിസ്തീയവും മാനുഷികവുമായ ആവശ്യമാണ് എന്ന് കൗൺസിലിൻ്റെ അൽമായ പ്രേക്ഷിതത്വം എന്ന ഡിക്രിയിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അങ്ങനെ അൽമായർ സംഘടിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ ഉടൻ അവരെ സഭാവിരുദ്ധരായി താറടിക്കുന്നതാണ് നാം കാണുന്നത്. പകരം വൈദികരുടെയും മെത്രാന്മാരുടെയും നേതൃത്വത്തിന് കീഴിൽ അൽമായ പ്രസ്ഥാനങ്ങൾ എന്ന പേരിൽ റാൻമൂളി സംഘടനകളുണ്ടാക്കി അൽമായരുടെ ചെലവിൽ നിലവിലുള്ള പുരോഗത ശ്രേണിയെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ഇന്ന് നടന്നുവരുന്നത് എന്ന് കാണാം. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപനങ്ങളെ നമ്മുടെ മെത്രാന്മാർ നിഷേധിക്കുക മാത്രമല്ല, ദുരുപയോഗിക്കുക കൂടി ചെയ്തു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ചുരുക്കത്തിൽ, അൽമായരുടെ സ്ഥാനവും പങ്കാളിത്തവും ഉയർത്താൻ ഉദ്ദേശിച്ച് കൗൺസിൽ നടത്തിയ പ്രഖ്യാപനം കൊണ്ട് പ്രത്യക്ഷത്തിൽ യാതൊരു ഗുണവും ഉണ്ടായില്ല. പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് വേണ്ടിയുള്ള രണ്ടാം വത്തിക്കാൻ ഡിക്രി സീറോ മലബാർ മെത്രാന്മാർ വളച്ചൊടിച്ച് പ്രയോഗിച്ചതും ഒരു വലിയ ഉദാഹരണമായി നമുക്കെല്ലാം മുന്നിലുണ്ട്. പൗരസ്ത്യ ദേശത്തെ സഭകൾക്ക് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പൈതൃകവും വിശുദ്ധ പാരമ്പര്യങ്ങളും സ്വയം വീണ്ടെടുക്കുക എന്നതായിരുന്നു കൗൺസിലിൻ്റെ ആഹ്വാനം. അതിൻ പ്രകാരം നസ്രാണി പൈതൃകമുള്ള സീറോ മലബാർ സഭയ്ക്ക് മാർത്തോമയുടെ മാർഗവും വഴിപാടും അനുസരിച്ചുള്ള പള്ളിയോഗ സഭാഭരണ സമ്പ്രദായവും തനത് ആരാധനാ പാരമ്പര്യങ്ങളും വീണ്ടെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സ്വന്തം പൈതൃകത്തെയും മാർത്തോമ സ്ലിഹായെ തന്നെയും തള്ളിപ്പറഞ്ഞ് കൽദായ സുറിയാനി ആരാധനാക്രമങ്ങളും പാരമ്പര്യങ്ങളും സീറോ മലബാർ സഭാ സമൂഹത്തിന് മേൽ കെട്ടിവയ്ക്കുകയാണ് ഈ സഭയിലെ മെത്രാന്മാർ ചെയ്തത് എന്നോർക്കുക. 1-ാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട മാർത്തോമ നസ്രാണി സഭ 4-ാം നൂറ്റാണ്ടിൽ മാത്രം രൂപം കൊണ്ട കൽദായ സുറിയാനി സഭയുടെ പുത്രി സഭയാണെന്ന തികച്ചും അയുക്തികമായ കല്ലുവച്ച നുണ ആധികാരികമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് സീറോ മലബാർ മെത്രാന്മാർ അത് സാധിച്ചെടുത്തത് എന്നും ഓർക്കുക. ഈ നുണ സത്യമാക്കുന്നതിനു വേണ്ടി തുടർന്ന് എത്രമാത്രം നുണകളാണ് നമ്മുടെ മെത്രാന്മാർ കോടതികളിൽ വരെ സത്യവാങ്മൂലമായി നൽകിയിട്ടുള്ളത് എന്നത് ഒരുപക്ഷെ വളരെ പേരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അതറിഞ്ഞാൽ മാത്രമേ തങ്ങളുടെ അധികാരവും പദവിയും സമ്പത്തും നിലനിർത്താൻ നമ്മുടെ മെത്രാന്മാർ സത്യവും നീതിയും മനസാക്ഷിയും മാറ്റിവെച്ച് ഏത് നുണ പറയാനും എന്ത് വളഞ്ഞ വഴി സ്വീകരിക്കുവാനും തയ്യാറാകും എന്ന വസ്തുത നമുക്ക് ബോധ്യപ്പെടൂ. അതുകൊണ്ട് അക്കാര്യം പറയട്ടെ. പൗരസ്ത്യ സഭകളുടെ ഗണത്തിൽപ്പെടാത്ത സീറോ മലബാർ സഭയ്ക്ക് പൗരസ്ത്യ കാനോൻ നിയമം ബാധകമല്ലെന്ന് വാദിച്ചും എല്ലാ സീറോ മലബാർ മെത്രാന്മാരെയും പ്രതി ചേർത്തും ശ്രീ ജോസഫ് പുലുക്കുന്നേലും സമാനവാദങ്ങൾ ഉന്നയിച്ച് കാത്തലിക് ലേമേൻസ് അസോസിയേഷന് വേണ്ടി അതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ എം.എൽ. ജോർജും കേസുകൾ കൊടുത്തിരുന്നു. ഇതിൽ ശ്രീ എം.എൽ. ജോർജിൻ്റെ 1998 OS നമ്പർ 184 എന്ന കോഴിക്കോട് പ്രിൻസിപ്പൽ സബ് കോടതിയിലെ കേസിൽ താനുൾപ്പെടെ മുഴുവൻ സീറോ മലബാർ മെത്രാന്മാർക്കും വേണ്ടി അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് പരേതനായ മാർ വർക്കിവിധേയത്തിലും പർട്ടിക്കുലർ ലോ കമ്മീഷൻ ചെയർമാനായിരുന്ന ബിഷപ്പ് പോൾ ചിറ്റിൽപ്പള്ളിയും ചേർന്ന് ഒപ്പിട്ടുകൊടുത്ത സത്യവാങ്മൂലത്തിലെ ഒരു ഭാഗം ഉദ്ധരിക്കട്ടെ. സീറോ മലബാർ സഭ ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ മാർത്തോമ സ്ലിഹായാൽ സ്ഥാപിതമായതല്ല, ബർത്തലോമിയായിൽ സ്ഥാപിതമായതാണ്. മാർത്തോമയുടെ മാർഗവും വഴിപാടും അനുസരിച്ചല്ല ഈ സഭയുടെ ഭരണം നടത്തിപ്പോന്നിട്ടുള്ളത്. സഭയുടെ പള്ളികളും സ്ഥാപനങ്ങളും സ്വത്തുക്കളും ജീവകാരുണ്യ പ്രവർത്തനം മുൻനിർത്തിയുള്ളതോ മതപരമായി പൊതുവായിട്ടുള്ളതോ ട്രസ്റ്റിൻ്റെ നിർവചനത്തിൽ പോലും വരുന്നതല്ല. അൽമായർക്ക് ഇവകളിൽ യാതൊരു വക നിയന്ത്രണമോ അവകാശാധികാരങ്ങളോ ഇല്ല. ഇവകളുടെ ഭൗതിക ഉടമ റോമിലെ പോപ്പ് അവറുകളാണ്. പോപ്പിൻ്റെ സർവ്വാധികാരങ്ങളും പോപ്പിൻ്റെ പ്രതിനിധികളായ ഇവിടുത്തെ അതാത് രൂപതാമെത്രാന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയുണ്ട്?
നമ്മുടെ മെത്രാന്മാർ ബൈബിളിൽ തൊട്ട് ഇത്രയേറെ നുണകൾ നിറഞ്ഞ ഒരു സത്യവാങ്മൂലം നൽകുമെന്ന് നമുക്ക് ആർക്കെങ്കിലും സങ്കല്പിക്കാനാകുമോ? നൂറ്റാണ്ടുകളായി മാർത്തോമ നസ്രാണി സഭ എന്നറിയപ്പെടുന്ന ഈ സഭയുടെ സ്ഥാപകൻ മാർത്തോമ അല്ല പോലും. അദ്ദേഹത്തിൻ്റെ പേരിൽ 16 നൂറ്റാണ്ടുകാലം ഇവിടെ പുലർന്നിരുന്ന മാർത്തോമായുടെ മാർഗവും വഴിപാടും എന്ന പാരമ്പര്യ നിയമം ഇവിടെ ഉണ്ടായിരുന്നില്ലത്രേ. ഇതേ വാചകങ്ങളുള്ള കള്ളവാഗ്മൂലങ്ങളാണ് ശ്രീ ടി കെ വർഗീസ് മുതൽ പേർ തിരൂർ കോടതിയിൽ കൊടുത്ത കേസിലും മാർ വർക്കി വിധേയത്തിലും ബിഷപ്പ് പോൾ ചിറ്റിലപ്പള്ളിയും ഇടവക വികാരിയും കൊടുക്കുകയുണ്ടായത്. ശ്രീ വി വി ജോയി മുതൽ പേർ മൂവാറ്റുപുഴ സബ് കോടതിയിൽ കൊടുത്ത കേസിൽ ലിറ്ററേച്ചർ കമ്മീഷൻ ചെയർമാനായിരുന്ന ബിഷപ്പ് ജോർജ് പുന്നക്കോട്ടിൽ കൊടുത്തതും ഇതേ ഉള്ളടക്കമുള്ള കള്ളവാഗ്മൂലമായിരുന്നു. പൗരസ്ത്യ കാനോൻ നിയമം സീറോ മലബാർ സഭയ്ക്ക് ബാധമാക്കിയതിന് ശേഷം ആദ്യം നടന്ന അതിരമ്പുഴ പള്ളിക്കേസിലും എടത്തുവ പള്ളിക്കേസിലും ഇതേ കള്ളങ്ങൾ നിരത്തിയുള്ള സത്യവാങ്മൂലങ്ങളാണ് അന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോസഫ് പൗത്തിലും കോടതിയിൽ നൽകിയത്. മാർത്തോമാ ശ്ലീഹ സ്ഥാപിച്ച ഇന്ത്യൻ അപ്പസ്തോലിക സഭയുടെ തുടർച്ചയാണ് സീറോ മലബാർ സഭയെന്നും മാർത്തോമായുടെ മാർഗവും വഴിപാടുമാണ് ഈ സഭയുടെ പാരമ്പര്യ നിയമമെന്നുമുള്ള പള്ളിക്കാരുടെ വാദത്തെ നിരാകരിക്കാൻ മാർത്തോമായുടെ നിയമമെന്ന ഒരു നിയമമില്ല എന്ന വാദമാണ് അദ്ദേഹവും ശക്തമായി മുന്നോട്ട് വെച്ചത്. മാർത്തോമ ക്രൈസ്തവരുടെ പ്രത്യേകമായ ദൈവശാസ്ത്ര പൈതൃകത്തിൻ്റെ ആകത്തുക മാർത്തോമായുടെ നിയമം എന്ന പദസമുച്ചയത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് 1996 റോമിൽ ചേർന്ന സീറോ മലബാർ സിനഡിൽ മാർത്തോമായുടെ നിയമത്തെപ്പറ്റി വാചാലനായതും ഇതേ മാർ പൗത്തിലായിരുന്നു എന്നോർക്കുക. അങ്ങനെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപനം നമ്മുടെ മെത്രാന്മാരെല്ലാവരും ചേർന്ന് അട്ടിമറിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തണം എന്ന ആവശ്യം വിശ്വാസി സമൂഹം ഉയർത്തിയത്. തുടർന്ന് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അധ്യക്ഷനായ നിയമപരിഷ്കരണ കമ്മീഷൻ ചർച്ച് ആക്ട് ക്രോഡീകരിച്ച് ഗവൺമെൻറ്റിന് നൽകി. കേരളത്തിലെ 15ഓളം സ്വതന്ത്ര സഭാ പ്രസ്ഥാനങ്ങൾ ചർച്ച് ആക്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് രംഗത്തിറങ്ങി. അത് വലിയ ജനമുന്നേറ്റമായി മാറി. ചർച്ച് ആക്ട് നിർദ്ദേശത്തെ അട്ടിമറിക്കാൻ മെത്രാന്മാർ പ്രചരിപ്പിച്ചത് കോടതികളിൽ അവർ തന്നെ നൽകിയ സത്യവാങ്മൂലങ്ങൾക്ക് കടകവിരുദ്ധമായി സഭയുടെ സ്വത്തുക്കൾ മാർപ്പാപ്പായുടെയോ മെത്രാന്മാരുടെയോ അല്ല, അത് വിശ്വാസി സമൂഹത്തിൻ്റേതാണ് എന്നാണ്. അതുപോലെ തന്നെ പള്ളിയോഗങ്ങൾ കേവലം ഉപദേശക സമിതികളാണ് എന്ന് പള്ളിയോഗ നടപടിക്രമങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിന് നേർവിരുദ്ധമായി സ്വഭാവസ്തുക്കൾ സംബന്ധിച്ച തീരുമാനങ്ങൾ പള്ളിയോഗങ്ങളിൽ ആലോചിച്ചും യോഗത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ് എടുക്കുന്നത് എന്നും തെറ്റിദ്ധരിപ്പിച്ചു. വിശ്വാസപരമോ അനുഷ്ഠാനപരമോ ദൈവശാസ്ത്രപരമോ ആയ ഒരു വിഷയത്തിലും ചർച്ച് ആക്ട് ഇടപെടുന്നില്ല എന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഉറപ്പ് നൽകിയിരുന്നിട്ടും ചർച്ച് ആക്ട് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള ഇടപെടലാണ് എന്ന വാദവും മെത്രാന്മാർ ഉയർത്തി. കൂടാതെ ചർച്ച് ആക്ട് ന്യൂനപക്ഷാവകാശത്തിന് നിഷേധമാണെന്നും കൂടി അവർ വാദിച്ചു. ഇപ്രകാരം ബാലിശവും വസ്തുതാവിരുദ്ധങ്ങളുമായ വാദങ്ങൾ ഉന്നയിച്ചും തങ്ങൾ ക്രൈസ്തവരുടെ വോട്ട് ബാങ്കാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുമാണ് സഭയിൽ കുറച്ചെങ്കിലും ജനാധിപത്യം കൊണ്ടുവരുമായിരുന്ന ചർച്ച് ആക്ടിനെ നമ്മുടെ മെത്രാന്മാർ അട്ടിമറിച്ചത്. അവരുടെ റോമൻ മോഡൽ സർവാധികാരം നിലനിർത്താൻ സ്വന്തം സഭാപിതാവിനെ തന്നെ തള്ളിപ്പറഞ്ഞ് ഒറ്റിക്കൊടുക്കാൻ മടി കാണിക്കാത്ത ഈ മെത്രാൻ കൂട്ടം സിനഡൽ സഭാ സംവിധാനം നടപ്പിൽ വരുത്തി സഭയിൽ സമത്വവും സാഹോദര്യവും സുതാര്യതയും പങ്കാളിത്തവും കൊണ്ടുവരുവാനുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ പുതിയ പരിശ്രമങ്ങൾക്കും തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുള്ള സാധ്യത വളരെയേറെയാണ് എന്ന് മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. ആഗോള സഭാതലത്തിൽ പുരോഗമനപരമായ എന്ത് നീക്കമുണ്ടായാലും ആദ്യമായി അവർ ചെയ്യുന്നത് ആ വിഷയത്തെക്കുറിച്ച് മൗനം പാലിച്ച് വിശ്വാസികളെ ഇരുട്ടിൽ നിർത്തുക എന്നതാണ്. ഒരു ഉദാഹരണം പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ പ്രാധാന്യം നൽകി നടത്തിയ ഒന്നായിരുന്നു കുടുംബ സിനഡ്. റോമിൽ 2015 ഒക്ടോബർ 4 ആരംഭിച്ച് 25 അവസാനിച്ച ഫാമിലി സിനഡിന് മുന്നൊരുക്കമായി 2014 ഒക്ടോബറിൽ ഒരു അസാധാരണ സിനഡും അദ്ദേഹം നടത്തിയുണ്ടായി എന്നതിൽ നിന്ന് തന്നെ ഈ സിനഡിന് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് വ്യക്തമാണ്. വലിയ ഒരുക്കങ്ങളാണ് ഫാമിലി സിനഡിന് വേണ്ടി ലോകമാസകലം നടത്തപ്പെട്ടത്. അതിലേറ്റവും മുഖ്യം രൂപതാതലത്തിൽ നടത്തപ്പെടേണ്ട കുടുംബ സർവേ ആയിരുന്നു. കുടുംബ ബന്ധങ്ങളിലെ വിടവുകൾ, വിവാഹമോചനം, പുനർവിവാഹം, വിവാഹം കൂടാതെയുള്ള ഒന്നിച്ച് ജീവിക്കൽ, സ്വലിംഗ വിവാഹം എന്നിങ്ങനെ ആധുനിക ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന നൂതന പ്രവണതകളെയും പ്രശ്നങ്ങളെയും അതിലുൾപ്പെട്ട മനുഷ്യരെയും സഭ എങ്ങനെ സമീപിക്കണം എന്നതായിരുന്നു സിനഡിൻ്റെ മുഖ്യപ്രമേയം. ഇക്കാര്യങ്ങളിൽ കുടുംബസ്ഥരുടെ കൂടി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സിനഡിൽ പ്രതിഫലിക്കണമെന്ന ലക്ഷ്യത്തോടെ തങ്ങളുടെ രൂപതകളിലെ കുടുംബങ്ങളുടെ ഇടയിൽ ഇതെല്ലാം സംബന്ധിച്ച് ഒരു അഭിപ്രായ സർവേ നടത്താൻ അതിനാവശ്യമായ മാർഗരേഖകളും ചോദ്യാവലികളും നൽകി മെത്രാന്മാരെ മാർപ്പാപ്പ ചുമതലപ്പെടുത്തുകയുണ്ടായി. ഓരോ ഇടവകയിലെയും കുടുംബങ്ങൾക്ക് ചോദ്യാവലി വിതരണം ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ നടത്തുക എന്നതായിരുന്നു പരിപാടി. എന്നാൽ ഇന്ത്യയിൽ ഏതാനും ചില ലത്തീൻ മെത്രാന്മാർ മാത്രമാണ് ഈ സർവേയുമായി സഹകരിച്ചത്. കേരളത്തിലെ 3 റീത്തുകളിലെയും മെത്രാന്മാർ ഇതൊന്നും അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല.
സർവേ നടത്താതെ തന്നെ മെത്രാന്മാർ തങ്ങളുടെ അജപാലന റിപ്പോർട്ടുകൾ കുടുംബ സർവേ റിപ്പോർട്ട് എന്ന പേരിൽ അയക്കുകയാണുണ്ടായത് എന്നാണ് അറിയുന്നത്. വിശ്വാസി സമൂഹങ്ങളാവട്ടെ യാതൊന്നും അറിഞ്ഞതുമില്ല. ഇതേ വിധത്തിൽ തന്നെ സിനഡൽ സഭാ സംവിധാനം വരാതിരിക്കാനും അവർ ശ്രമിക്കുമെന്ന് കരുതേണ്ടിയിരിക്കുന്നു. കുടുംബ സിനഡുമായി ബന്ധപ്പെട്ട് ഒരു സർവേയും നടത്താതെ തന്നെ നമ്മുടെ മെത്രാന്മാർ കുടുംബ സർവേ റിപ്പോർട്ട് അയച്ചു കൊടുത്തതുപോലെ വിശ്വാസി സമൂഹത്തെയോ വൈദിക സമൂഹത്തെയോ ഒരു ആലോചനാ യോഗത്തിൽ പോലും ഉൾപ്പെടുത്താതെ തന്നെ സിനഡൽ സഭാ സംവിധാനങ്ങൾ നടപ്പാക്കി വരികയാണെന്ന് റിപ്പോർട്ട് നൽകി മാർപ്പാപ്പായെ വരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഒക്കെ മെത്രാന്മാർ ഇപ്പോൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കട്ടെ. 2025 ഒക്ടോബർ 24 മുതൽ 26 വരെ വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലെ സഭകളിൽ സിനഡാലിറ്റി സമ്പ്രദായത്തിലേക്കുള്ള മാറ്റം വിലയിരുത്താൻ ലിയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ജൂബിലി ഓഫ് സിനഡൽ ടീംസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി ബോഡീസ് എന്ന പേരിൽ വത്തിക്കാനിൽ ഒരു വമ്പിച്ച പരിപാടി നടത്തുകയുണ്ടായി. അതിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ സഭകളിൽ സിനഡാലിറ്റിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മലേഷ്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായിരുന്നു. ലിയോ 14 മാർപ്പാപ്പ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് സംസാരിക്കുന്നുമുണ്ട്. ഇതിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങൾ കാണുക. Synodality in Asia is both a gift and a task. It offers a transformative vision for the Church, rooted in communion and mission, while also demanding courage, creativity, and commitment to overcome some deep-seated challenges. As Asian churches continue this journey, our experiences will certainly enrich the global church's understanding of what it truly means to walk together in faith. Thank you. Thank you to the church in Asia, because if anyone has a challenge because of language and cultural differences and geographical distance and poverty and many other realities that you face, to have worked as hard as you have and to have come to where you are today in living this process, not only of synodality, but promoting communion and conversion, I think we all should say thank you and congratulations to you. ഇവിടെ പോപ്പ് തെറ്റിദ്ധരിക്കപ്പെടുകയും വിശ്വാസി സമൂഹം വഞ്ചിക്കപ്പെടുകയുമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. കാരണം ഏഷ്യയുടെ ഭാഗമായ കേരളത്തിലോ ഇന്ത്യയിൽ എവിടെയെങ്കിലുമോ സിനഡൽ സഭാ സംവിധാനത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നതായി ഒരു റിപ്പോർട്ടും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു സർവേയും നടത്താതെ തന്നെ കുടുംബ സർവേ റിപ്പോർട്ടുകൾ അയച്ചതുപോലെ ആവാം ഈ റിപ്പോർട്ടിൻ്റെ കാര്യവും എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭയിൽ സിനഡൽ സംവിധാനം കൊണ്ടുവരുന്നതിൽ സഭാ നേതൃത്വം തന്നെ തടസ്സം നിൽക്കാനിടയുണ്ട് എന്ന് ഉദാഹരണങ്ങൾ നിരത്തി സമർത്ഥിക്കുകയായിരുന്നു ഇതുവരെ ഞാൻ. അത് വിചാരിച്ചതിൽ നീണ്ടുപോയതിനാൽ സിനഡൽ സഭാ സംവിധാനം നടപ്പാക്കുന്നതിന് അനുകൂലമായ ഘടകങ്ങളെക്കുറിച്ച്, സാധ്യതകളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാം എന്ന് കരുതി തൽക്കാലം നിർത്തുകയാണ് എന്നറിയിക്കുന്നു. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.